ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് പാർട്ട് ബി നമ്മുടെ OET റീഡിങ്ങിൽ പാർട്ട് ബി. എല്ലാവർക്കും തന്നെ പാടായിട്ടുള്ളൊരു മൊഡ്യൂളാണ് റീഡിങ്. അപ്പം അതിൽ പാർട്ട് ബി എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ യൂഷ്വലി നമുക്ക് പാർട്ട് ബിയിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. നമുക്ക് കാണാം, മെമ്മോ ഉണ്ടാവാറുണ്ട്, ഇമെയിൽ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയാസ് കണ്ടുപിടിക്കേണ്ട വരും. അങ്ങനെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് പാർട്ട് ബിയിൽ. അപ്പം നമുക്ക് യൂഷ്വലി നമ്മൾ കാണുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം പാർട്ട് ബിയിൽ. സോ അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ നോട്ടീസ് ഈസ് ഗിവിംഗ് ഇൻഫർമേഷൻ അബൌട്ട്, അല്ലേ? അപ്പം പറയുന്നത് എന്താണ്? ദ നോട്ടീസ് ഈസ് ഗിവിംഗ് ഇൻഫർമേഷൻ അബൌട്ട്. അതായത് നമുക്കൊരു നോട്ടീസ് തന്നിട്ടുണ്ടാകാം. അപ്പം ആ നോട്ടീസിലുണ്ടാകുന്ന ഇൻഫർമേഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്? അപ്പം യൂഷ്വലി നമുക്ക് കിട്ടുന്ന പാർട്ട് ബിയിലെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് മസ്റ്റ് ഓൾ സ്റ്റാഫ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ് ടു, അല്ലെ? വാട്ട് മസ്റ്റ് ഓൾ സ്റ്റാഫ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ് ടു. അതായത് ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആ തന്നിരിക്കുന്ന ഏതെങ്കിലും പാസേജിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ചോദിച്ചേക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ മാനുവൽ ഇൻഫോമസ് ദാറ്റ്, അല്ലെ? ദ മാനുവൽ ഇൻഫോമസ് ദാറ്റ്. അപ്പൊ നമുക്ക് ഒരു മാനുവൽ തന്നിട്ടുണ്ടാകാം. ആ മാനുവലിന്റെ അകത്തുനിന്ന് ഉള്ളൊരു മെയിൻ ഐഡിയ ആണ് അവർ ചോദിക്കുന്നത്. വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ദ ഗൈഡ് ലൈൻ എസ്റ്റാബ്ലിഷ് ദാറ്റ് ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഷുഡ്. അപ്പം അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, അല്ലെ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് മാത്രം നമുക്കത് കണ്ടുപിടിച്ച് ആൻസർ ചെയ്യണം. സോ നമ്മൾ പാർട്ട് ബി ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും നന്നായിട്ട് വായിക്കണം. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് തന്നിരിക്കുന്ന പാസേജിന്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത്. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ഗൈഡ് ലൈൻ റിക്വയർസ് ദോസ് അണ്ടർടേക്കിംഗ് എ ക്ലിനിക്കൽ മെഡിക്കേഷൻ റിവ്യൂ ടു. അപ്പം ഇതൊരു പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പാർട്ട് ബിയിൽ വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് നമുക്ക് കംപ്ലീറ്റഡ് ആയിട്ടല്ലാത്തൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ അല്ല, ഏതെങ്കിലും ഒരു സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പം നമ്മളത് മസ്റ്റായിട്ട് നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം നമുക്കത് ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ ഈ ഒരു മോഡൽസ് നമ്മൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും അതിന്റെ ആൻസേഴ്സ് നമുക്ക് എക്സാമിന് കിട്ടുമ്പോൾ ചെയ്യാം. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ദ പർപ്പസ് ഓഫ് ദിസ് ഇമെയിൽ ഈസ് ടു. അപ്പം അതും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് മെയിൻ പർപ്പസ് കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ മെയിൻ ഐഡിയ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള പർപ്പസ് അല്ലെങ്കിൽ എന്തിനാണ് ആ ഒരു മെയില് നമുക്ക് വിട്ടേക്കുന്നതിന്റെ ഒരു പർപ്പസ് അത് നമ്മളിവിടെ കണ്ടുപിടിക്കണം. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻസിന്റെയൊക്കെ മോഡൽസ് നമുക്കിത് ഡിസ്കസ് ചെയ്യാം, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. സോ എല്ലാവർക്കും തന്നെ അത് എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ബി പാർട്ടിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ദ മാനുവൽ ഇൻഫോമസ് ദാറ്റ് ദ ബ്ലഡ് പ്രഷർ മോണിറ്റർ, അല്ലേ? സോ ഈ മാനുവൽ ആണ് തന്നിരിക്കുന്നത്. ഒരു മാനുവൽ ഇതിൻ്റെ തന്നിട്ടുണ്ട്. സോ അതിൽ പറയുന്നത് ബ്ലഡ് പ്രഷർ മോണിറ്ററിനെ പറ്റി എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു, അല്ലേ? മാനുവൽ ഇൻഫോമസ് ദാറ്റ് ദ ബ്ലഡ് പ്രഷർ മോണിറ്റർ. സോ യു ക്യാൻ ഗോ ത്രൂ ഡയറക്ട്ലി ടു ദ പാരഗ്രാഫ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ മാനുവൽ, ഡിജിറ്റൽ ഓട്ടോമാറ്റിക് ബ്ലഡ് പ്രഷർ മോണിറ്റർ, ഇലക്ട്രോമാഗ്നറ്റിക് കോമ്പാക്റ്റബിലിറ്റി EMC അങ്ങനെയും തന്നിട്ടുണ്ട്. വിത്ത് ദ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രോണിക് ഡിവൈസസ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് മേ ബി സസെപ്റ്റബിൾ to electromagnetic interference. Interference means what? Interaction, അല്ലെ, ഇടപെടൽ. This may result in incorrect operation of the medical device and create a potentially unsafe situation. What is potential in the meaning? എന്താണ്? Chance, അല്ലെ, സാധ്യത, possibility. So നമുക്ക് ഓരോരോ വേർഡ് മീനിങ്ങും നമുക്ക് കൂടെ എഴുതി പോകാം. In order to regulate the requirement for EMC with the aim of preventing unsafe product situation, the EN 60601-1-2 standard defines the level of immunity to
electronic magnetic interferences as well as maximal level of electromagnetic emissions for medical devices. This medical devices conform to എന്താണ് conforms എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എഗ്രീഡ് അല്ലെ എഗ്രീഡ് ആണ് അനുകൂലിക്കുന്നു അല്ലെ ഫോർ ബോത്ത് ഇമ്മ്യൂണിറ്റി ആൻഡ് എമിഷൻസ് നെവർത്ത്ലെസ്. സോ നമ്മളിങ്ങനെ ഓരോരോ പാസേജിൽ ബി പാർട്ട് എസ്പെഷ്യലി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പാസേജുകളിൽ ഇങ്ങനത്തെ കണക്റ്റീവ്സ് അല്ലെ ഇതൊക്കെ സിഗ്നൽ വേർഡുകളാണ്. സോ നെവർത്ത്ലെസ് ആണെങ്കിലും ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് ഓഫ് ആ മീനിങ് തന്നെയാണ്. സോ കെയർ ഷുഡ് ബി അല്ലെ കെയർ ഷുഡ് ബി ടേക്കൺ ടു അവോയ്ഡ് ദ യൂസ് ഓഫ് മോണിറ്റർ വിത്തിൻ 7 meters of cell phones or other devices generating strong electrical or electromagnetic fields. അല്ലെ നമ്മളപ്പം ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്ങിനെ പറ്റിയാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റാണ് മോണിറ്ററിനെ പറ്റിയുള്ള കാര്യവും അറിയുന്നത് അല്ലേ. സോ നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ഈസ് ലൈക്ലി ടു ഇൻ്റർഫിയർ വിത്ത് ദ ഓപ്പറേഷൻ ഓഫ് അതർ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലേ. അതിൻ്റെ ആൻസർ പറയുന്നുണ്ടോ? ഇൻ്റർഫറൻസ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നമ്മൾക്ക് ഈ ഓപ്ഷനായിട്ട് അത് മാച്ച് ആകുന്നുണ്ടോ? ഇറ്റ്സ് കോൺട്രഡിക്ടറി അല്ലേ, നമുക്ക് പാർഷ്യലി മാച്ച് ആകുന്നുള്ളൂ അത്. So you can avoid that. May not work correctly in close proximity to some other devices. So നമ്മൾ എന്താണ് ലാസ്റ്റ് പാസേജിൻ്റെ ലാസ്റ്റ് വായിച്ചത്? Nevertheless, care should be taken to avoid the use of monitors within 7 meters of cell phones or other devices generating strong electrical or electromagnetic fields. So something related to that option. So you can just mark that, then go through. അടുത്ത ഓപ്ഷൻ എന്താണ്? ഷുഡ് ബി കൺസിഡേർഡ് സേഫ് ടു യൂസ് ഇൻ ഓൾ ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റ്സ് അല്ലേ. അങ്ങനെ പറയുന്നുണ്ടോ? ഇറ്റ്സ് റോങ് ആണ്. ഡയറക്ട്ലി യു ക്യാൻ അവോയ്ഡ് ദാറ്റ് ഓപ്ഷൻ. സോ വാട്ട് ഈസ് ദ ആൻസർ? ദ ആൻസർ ഈസ് ബി അല്ലേ. ലാസ്റ്റ് പാസേജിൽ നിന്ന് കിട്ടി, പാസേജിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് കിട്ടി. Nevertheless, care should be taken to avoid the use of monitor within 7 meters of cell phones or other devices generating strong electrical or electromagnetic field. സോ അതാണ് ആൻസർ. അപ്പം നമ്മൾ ഈ ചെയ്ത ഈ ഒരു പാസേജിൽ നിന്ന് നമുക്കൊരു മാക്സിമം ഒരു 5 ന്യൂ വേർഡ്സുകളും കിട്ടി. സോ അതിൻ്റെ മീനിങ്ങും അതിൻ്റെ സിനോണിംസും നമ്മൾ പഠിച്ചു. ദെൻ വി ക്യാൻ ഗോ ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം നമ്മൾ ഓരോ പാസേജ് വായിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ മീനിങ്സ് കണ്ടുപിടിച്ച് അതും ബുക്കിൽ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പാസേജിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ പറയുന്നത് എന്താണ്? ദ നോട്ടീസ് ഈസ് ഗിവിംഗ് ഇൻഫോർമേഷൻ അബൌട്ട്. അപ്പോൾ ഇതൊരു നോട്ടീസാണ് നമുക്ക് മനസ്സിലായി. യു ക്യാൻ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ. NG feeding tubes. Displacement of nasogastric feeding tube can have serious implications if undetected. അല്ലേ, എന്തൊക്കെ സീരിയസ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ അല്ലേ. Incorrectly positioned tube leave patient vulnerable to the risk of regurgitation and respiratory aspiration. It is crucial to differentiate between gastric and respiratory placement on initial insertion to prevent potentially fatal pulmonary complications. എല്ലാ വേർഡ് മീനിങ്ങും നമുക്കറിയാം അതിൻ്റെ അകത്ത്. Insertion and care of an NG tube should therefore only be carried out by a registered doctor or nurse who has undergone theoretical and practical training and is deemed. So deemed എന്ന് വെച്ചാൽ എന്താണ്? Considered in a specific way, competent or is supervised by someone competent അല്ലേ. Assistant practitioner and other registered nurse staff must never insert NG tube or be ഇൻവോൾവ്ഡ് ഇൻ ദ ഇനിഷ്യൽ കൺഫർമേഷൻ ഓഫ് സേഫ് NG ട്യൂബ് പൊസിഷൻ. അപ്പോൾ അവർ ചെയ്യരുതെന്നാണ് പറയുന്നത്. സോ നമുക്ക് മനസ്സിലായി ഫീഡിങ് ട്യൂബിനെ പറ്റിയാണ് പറയുന്നത്. സോ യു ക്യാൻ ഗോ ടു ദ ഓപ്ഷൻസ്. എന്താണ്? വേ ഓഫ് ചെക്കിംഗ് ദാറ്റ് ആൻ NG ട്യൂബ് ഹാസ് ബീൻ പ്ലേസ്ഡ് കറക്റ്റ്ലി. ഇറ്റ്സ് റോങ് ആൻസർ അല്ലേ. അങ്ങനെയാണോ പറയുന്നത്? ഹൗ ടു യൂസ് ഓഫ് NG ഫീഡിങ് ട്യൂബ് ഈസ് ഓതറൈസ്ഡ്. ഹൗ ടു യൂസ് ഓഫ് NG ഫീഡിങ് ട്യൂബ് ഈസ് ഓതറൈസ്ഡ്. അതാണോ ആൻസർ? അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. വിച്ച് സ്റ്റാഫ് ഷുഡ് പെർഫോം NG ട്യൂബ് പ്ലേസ്മെന്റ്? അത് നമ്മളിവിടെ വായിച്ചു അല്ലേ. എവിടെ വായിച്ചു? ഇൻസർഷൻ ആൻഡ് കെയർ ഓഫ് ആൻ NG ട്യൂബ് ഷുഡ് therefore only be carried out by a registered doctors or nurses who has undergone theoretical and practical training അല്ലേ. and is deemed competent or is supervised by someone competent. so answer is C. ഈസി ആയിട്ട് കിട്ടും അല്ലേ. സോ നമുക്ക് ഇവിടുന്ന് 2-3 സിനോണിം വേർഡുകളൊക്കെ കിട്ടി. സോ നമ്മളത് പഠിക്കുക. ദെൻ ഗോ ത്രൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് മസ്റ്റ് ഓൾ സ്റ്റാഫ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ് ഡു?
അല്ലേ? അപ്പം ഒരു ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത്, നമുക്ക് മനസ്സിലായി. സോ നമുക്ക് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് നോക്കാം. റൈറ്റ് പേഷ്യൻറ്റ്, റൈറ്റ് ബ്ലഡ് അസസ്മെൻറ്റ്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബ്ലഡ് can have significant morbidity and mortality following the introduction of the right patient, right blood safety policy. All staff involved in the transfusion process must be competency assessed. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്, നിങ്ങൾക്കത് അണ്ടർലൈൻ ചെയ്യാം. To ensure the safe administration of blood component to the intended patient, all staff must be aware about their responsibility in line with the professional standard. Staff must ensure that if they take any part in the transfusion process, their competency assessment is updated every 3 years. All staff are responsible for ensuring that they attend the mandatory training identified for their roles. Relevant training courses are clearly identified in Appendix 1 of the mandatory training matrix. സോ ഇതൊരു ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത് പറഞ്ഞു. സ്റ്റാഫിന് കൊടുക്കേണ്ട ചില ഇൻഫർമേഷൻസും പറയുന്നുണ്ട് അതിനകത്ത്. അപ്പം സ്റ്റാഫ്, വാട്ട് മസ്റ്റ് ഓൾ സ്റ്റാഫ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ് ഡൂ എന്ന, അതായത് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റാഫും എന്താണ് ചെയ്യേണ്ടത്. ചെക്ക് ദാറ്റ് ദെയർ എക്സിസ്റ്റിംഗ് ട്രെയിനിങ് ഈസ് സ്റ്റിൽ വാലിഡ്. അത് കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ടല്ലേ, അല്ലേ? ടു എൻഷുർ ദ സേഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബ്ലഡ് കമ്പോണന്റ് ഓഫ് ദ ഇന്റൻഡഡ് പേഷ്യന്റ്, all staff must be aware of their responsibility. Then staff must ensure that if they take any part in the transfusion process, their competency assessment is updated every 3 years. So answer A may be correct ആകാം, അല്ലേ? Attend a course to learn about new procedure, അങ്ങനെ പറയുന്നുണ്ടോ? It's wrong. Need a document that explain change in policy. Read a document that explains change in policy. പറയുന്നത് relevant training courses are clearly identified in Appendix 1 of the mandatory training matrix. So you can eliminate B and C and the correct answer is A. അല്ലേ? സോ ഇങ്ങനത്തെ സിമ്പിൾ വേയിൽ നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാം. ഈ ആൻസേഴ്സ് കണ്ടുപിടിക്കുമ്പം നമുക്കിതിൽ അറിയാൻ പാടില്ലാത്ത വേർഡ്സുകളും നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചേർത്ത് വെക്കുക. ദെൻ നിങ്ങൾക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഷുവറായിട്ട് നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒരു വേർഡിൻ്റെ ഒക്കെ മീനിങ് നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ആകെ മൂന്ന് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത 3 ക്വസ്റ്റ്യൻസിൻ്റെ എങ്ങനെയാണ് ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത് ഡിസ്കസ് ചെയ്യാം. അപ്പം അതുവരെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പം അടുത്ത ദിവസം നമുക്ക് അടുത്ത 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു നോക്കാം. അപ്പം എല്ലാവർക്കും ബൈ.